ഹലോ, മൈ നെയിം ഈസ് ഷാരുദ്ദീൻ. ഞാൻ ജാവയിലെ അഡാപ്റ്റർ ക്ലാസ്സിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ എന്താണ് അഡാപ്റ്റർ ക്ലാസ്? അഡാപ്റ്റർ ക്ലാസ് ജാവയിലെ ഒരു പ്രത്യേക തരം ക്ലാസ്സാണ്. ഇത് ഇൻ്റർഫേസിലുള്ള എല്ലാ മെത്തേഡിനും ഡീഫോൾട്ട് ഇംപ്ലിമെൻറ്റേഷൻ കൊടുക്കും. ഇൻ്റർഫേസ് നേരിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് പകരം അഡാപ്റ്റർ ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യാം. അതിലൂടെ ആവശ്യമുള്ള മെത്തേഡ് മാത്രം ഓവർറൈഡ് ചെയ്യാം. അതായത് ഇൻ്റർഫേസിൽ 5 മെത്തേഡ് ഉണ്ടെങ്കിൽ അഡാപ്റ്റർ ക്ലാസ് ഉപയോഗിച്ച് നമുക്ക് വേണ്ടുന്ന ഒരു മെത്തേഡ് മാത്രം എഴുതാം. ഇൻ്റർഫേസ് യൂസ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് നോക്കാം. ഇൻ്റർഫേസ് യൂസ് ചെയ്യുമ്പോൾ ജാവയിൽ എല്ലാ മെത്തേഡും ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നമുക്ക് വേണ്ടുന്ന മെത്തേഡ് മാത്രമായിട്ട് കിട്ടില്ല. അനാവശ്യമായിട്ട് എംപ്റ്റി മെത്തേഡ് എഴുതണം. കോഡ് വളരെ ലോങ്ങും മെസ്സി ആയിരിക്കും. സോ അഡാപ്റ്റർ വെച്ച് നമുക്കിതെങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കാം. അഡാപ്റ്റർ ക്ലാസ് യൂസ് ചെയ്തിട്ട് ഈ ഇൻ്റർഫേസിൻ്റെ പ്രോബ്ലം സോൾവ് ആക്കാം. അഡാപ്റ്റർ ക്ലാസ് മെത്തേഡ് എംപ്റ്റി ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അഡാപ്റ്റർ ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യാം. ആവശ്യമുള്ള മെത്തേഡ് മാത്രം ഓവർറൈഡും ചെയ്യും. കോമൺ ആയിട്ടുള്ള അഡാപ്റ്റർ ക്ലാസ് നോക്കാം. മൗസ് അഡാപ്റ്റർ. മൗസ് ഇവൻറ്റ്സ് ഹാൻഡിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് മൗസ് അഡാപ്റ്റർ. ക്ലിക്ക്, മൂവ്, സ്ക്രോൾ എല്ലാം ഹാൻഡിൽ ചെയ്യാം. ഇനി കീ അഡാപ്റ്റർ. കീബോർഡ് ഇവൻറ്റ്സ് ഹാൻഡിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് കീ അഡാപ്റ്റർ. കീ പ്രസ്, റിലീസ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ വിൻഡോ അഡാപ്റ്റർ. വിൻഡോ ഇവൻറ്റ്സ് ഹാൻഡിൽ ചെയ്യാവുന്നതാണ് വിൻഡോ അഡാപ്റ്റർ. ഓപ്പൺ, ക്ലോസ്, മിനിമൈസ് ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇനി ഇൻ്റർഫേസും അഡാപ്റ്റർ ക്ലാസ് തമ്മിലുള്ള ഡിഫറൻസ്. ഇൻ്റർഫേസിൽ മെത്തേഡ്സ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യണം. പക്ഷേ എങ്കിൽ അഡാപ്റ്ററിൽ ആവശ്യമുള്ള മെത്തേഡ് മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. കോഡ് സൈസ് ഈ മെത്തേഡ്സ് എല്ലാം ഇൻ്റർഫേസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇൻ്റർഫേസിലെ കോഡ് സൈസ് വളരെ കൂടുതലായിരിക്കും. പിന്നെ അഡാപ്റ്ററിൽ ആവശ്യമുള്ള മെത്തേഡ് മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് കോഡ് സൈസ് വളരെ കുറവായിരിക്കും. പിന്നെ ഇൻഹെറിറ്റൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻ്റർഫേസിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് അലോ ചെയ്യും. ബട്ട് അഡാപ്റ്റർ ക്ലാസ്സിൽ സിംഗിൾ ഇൻഹെറിറ്റ് മാത്രമേ അലോ ചെയ്യുള്ളൂ. അഡാപ്റ്റർ യൂസ് ചെയ്യാണ്ട് ഓൾഡ് വേസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആ ടൈം കോഡ് വളരെ ലെങ്തി ആയിരിക്കും. കുറേ എംപ്റ്റി മെത്തേഡ്സും ഉണ്ടാവും. റീഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുമായിരിക്കും. ഇനി അഡാപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോഡ് ലെങ്ത് കുറക്കും. അതായത് അൺനെസസറി കോഡ്സ് നമുക്ക് ഒഴിവാക്കാം. റീഡിങ് വളരെ ഈസി ആയിരിക്കും. ക്ലീൻ കോഡായിരിക്കും. ടൈം എഫിഷ്യൻസ് ആയിട്ട് യൂസ് ചെയ്യും. അതായത് ഒരു ഡെവലപ്പറിന് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് കൂട്ടാനും പറ്റും ഇത് ഉപയോഗിച്ച്. സോ അഡാപ്റ്റർ ക്ലാസ് ഉപയോഗിച്ച് കോഡ് ക്ലീൻ ആവും, റീഡബിളുമാണ്, പിന്നെ എഫിഷ്യൻറ്റും ആകും. സോ നമുക്കിങ്ങനെ പറയാം, അഡാപ്റ്റർ ക്ലാസ് ജാവയിലെ വളരെ പ്രധാനപ്പെട്ട ഇൻ്റർഫേസ് ഇംപ്ലിമെൻറ്റേഷൻ ഈസി ആക്കുന്ന ഒരു കോഡ് ഇംപ്ലിമെൻറ്റേഷനും കുറയ്ക്കുകയും ചെയ്യുന്നു.